ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 21ാമത്തെ നക്ഷത്രമാണ് ഉത്രാടം. മകരരാശിയുടെ ആദ്യ 10 ഡിഗ്രികളും ധനുരാശിയുടെ അവസാന ഭാഗവും ഈ നക്ഷത്രത്തിൽ ഉൾപ്പെടുന്നു. സൂര്യനധിപനായ ഈ നക്ഷത്രത്തിന്റെ ദേവത വിശ്വദേവകളാണ്. വിശ്വദേവകൾ എന്നാൽ സത്യം, ധർമ്മം, കാലം, കാമം, ക്രതു, ദക്ഷം, ധൃതി, കുരു, വാസു, മുനി എന്നിങ്ങനെയുള്ള 10 ദേവതമാരുടെ കൂട്ടായ്മയാണ്. ഇത് ഉത്രാടം നക്ഷത്രക്കാർക്ക് ശക്തമായ വ്യക്തിത്വവും ലക്ഷ്യബോധവും സത്യസന്ധതയും നൽകുന്നു. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർ സാധാരണയായി വളരെ ഉത്സാഹശാലികളും ഊർജ്ജസ്വലരും പ്രതിബദ്ധതയുള്ളവരുമായിരിക്കും. അവർക്ക് നല്ല നേതൃഗുണങ്ങളും സംഘാടന ശേഷിയും ഉണ്ടാകും. മറ്റുള്ളവരെ സഹായിക്കാൻ താല്പര്യമുള്ളവരും ഉത്തരവാദിത്വ ബോധമുള്ളവരുമാണ് ഇവർ. ഇവരുടെ ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ സാധാരണമാണ്. എന്നാൽ അവർക്ക് ഏതു പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. ഉത്രാടം നക്ഷത്രക്കാരുടെ പൊതുവായ സ്വഭാവ സവിശേഷതകൾ നോക്കുമ്പോൾ ഉത്രാടം നക്ഷത്രക്കാർ സത്യസന്ധരും ധാർമ്മിക മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നവരുമാണ്. അവർക്ക് നീതിബോധം കൂടുതലായിരിക്കും. ഏതു കാര്യത്തിലും വലിയ ഉത്തരവാദിത്വ ബോധം ഇവർക്കുണ്ട്. തങ്ങളുടെ ചുമതലകൾ കൃത്യമായി നിർവഹിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നു. നല്ല നേതൃഗുണങ്ങൾ ഇവർക്കുണ്ട്. ഒരു കൂട്ടത്തെ നയിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ഇവർക്ക് കഴിയും. ഇവർ വളരെ കഠിനാധ്വാനികളാണ്. തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടുന്നതിനായി അശ്രാന്തമായി പ്രയത്നിക്കും. ജീവിതത്തിൽ അച്ചടക്കമുള്ളവരായിരിക്കും. ചിട്ടയായ ജീവിതശൈലി പിന്തുടരും. തങ്ങളുടെ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരും ദൃഢനിശ്ചയമുള്ളവരുമാണ്. സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുകയും സാമൂഹിക സേവനങ്ങളിൽ താല്പര്യം കാണിക്കുകയും ചെയ്യും. പ്രായോഗികമായ സമീപനം കാര്യങ്ങളിൽ സ്വീകരിക്കുന്നവരാണ്. ചിലപ്പോൾ അമിതമായ പിടിവാശി, കർക്കശ സ്വഭാവം, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതിരിക്കുക എന്നിവ ഉണ്ടാകാം. എങ്കിലും അത് അവരുടെ നല്ല ഗുണങ്ങളെ മറികടക്കുന്നില്ല. സംഖ്യാശാസ്ത്രത്തിൽ ഓരോ നക്ഷത്രത്തിനും ഗ്രഹത്തിനും രാശിക്കും അതിൻ്റെതായ സംഖ്യാപരമായ പ്രാധാന്യമുണ്ട്. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭാഗ്യ നമ്പറുകൾക്ക് വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്നാണ് വിശ്വാസം. ഈ സംഖ്യകൾ അവരുടെ തീരുമാനങ്ങളെയും വിജയത്തെയും വ്യക്തിബന്ധങ്ങളെയും വരെ സ്വാധീനിച്ചേക്കാം. ഭാഗ്യ നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ഒരു വ്യക്തിക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി ലഭിക്കുകയും തടസ്സങ്ങൾ കുറയുകയും ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത്. ജ്യോതിഷപരമായി ഉത്രാടം നക്ഷത്രത്തിന്റെ അധിപൻ സൂര്യനാണ്. സംഖ്യാശാസ്ത്രത്തിൽ സൂര്യന്റെ സംഖ്യ 1 അതിനാൽ ഉത്രാടം നക്ഷത്രക്കാരുടെ പ്രധാന ഭാഗ്യ നമ്പറുകളിൽ ഒന്നാണ്. ഇതുകൂടാതെ ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുയോജ്യമായ മറ്റ് ചില സംഖ്യകളുമുണ്ട്. സൂര്യന്റെ ഊർജ്ജവും നേതൃഗുണങ്ങളും ആത്മവിശ്വാസവും ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ്. സംഖ്യ 1 ഇവർക്ക് ശക്തിയും ഊർജ്ജസ്വലതയും ലക്ഷ്യബോധവും നൽകുന്നു. കൂടാതെ 7 ഉത്രാടം നക്ഷത്രക്കാർക്ക് അനുകൂലമായ സംഖ്യയായി കണക്കാക്കപ്പെടുന്നു. വ്യാഴം ഒരു ശുഭഗ്രഹമാണ്. വിദ്യാഭ്യാസം, ധനം, ഭാഗ്യം എന്നിവയുടെ കാരകനാണ് വ്യാഴം. ഉത്രാടം നക്ഷത്രക്കാർക്ക് വ്യാഴത്തിന്റെ സ്വാധീനം നല്ല ഫലങ്ങൾ നൽകും. ചന്ദ്രൻ മനസ്സിന്റെ കാരകനാണ്. ചില സമയങ്ങളിൽ ചന്ദ്രന്റെ സ്വാധീനം ഈ നക്ഷത്രക്കാർക്ക് മനഃശാന്തിയും വൈകാരിക പിന്തുണയും നൽകുന്നു. പ്രധാനമായും 1 എന്ന സംഖ്യയാണ് ഉത്രാടം നക്ഷത്രക്കാരുടെ ഏറ്റവും ശക്തമായ ഭാഗ്യ നമ്പർ. ഭാഗ്യ നമ്പറുകൾ ജീവിതത്തിൽ പല രീതിയിലും പ്രയോജനപ്പെടുത്താൻ കഴിയും. ഇത് കേവലം ഒരു വിശ്വാസം എന്നതിലുപരി ഒരു പോസിറ്റീവ് ചിന്താഗതി വളർത്താൻ സഹായിക്കും. പുതിയ സംരംഭം തുടങ്ങുകയാണെങ്കിലോ ഒരു പ്രധാനപ്പെട്ട ജോലിക്ക് അപേക്ഷിക്കുകയാണെങ്കിലോ കല്യാണ നിശ്ചയം പോലുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിലോ ഭാഗ്യ നമ്പറുമായി ബന്ധപ്പെട്ട തീയതികൾ തിരഞ്ഞെടുക്കുന്നത് നല്ലതാണ്. ഉദാഹരണത്തിന് മാസത്തിലെ 1, 10, 19, 28 തീയതികളിൽ പ്രധാന കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ, ലോക്കർ നമ്പറുകൾ, ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ എന്നിവയിൽ ഭാഗ്യ നമ്പറിന്റെ സ്വാധീനം വരുന്ന സംഖ്യകൾ തിരഞ്ഞെടുക്കുന്നത് ധനപരമായ കാര്യങ്ങളിൽ അഭിവൃദ്ധിക്ക് സഹായിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റിൽ ഭാഗ്യ നമ്പറുകൾ വരുന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നത് അപകടങ്ങളെ തടയാനും യാത്രകളിൽ സുരക്ഷിതത്വം നൽകാനും സഹായിക്കും. മൊബൈൽ ഫോൺ നമ്പറുകൾ തിരഞ്ഞെടുക്കുമ്പോൾ ഭാഗ്യ നമ്പറിന് പ്രാധാന്യം നൽകുന്നത് ആശയവിനിമയങ്ങളിൽ നല്ല ഫലങ്ങൾ ലഭിക്കും. താമസിക്കുന്ന വീടിന്റെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഓഫീസിന്റെ വാതിൽ നമ്പറുകൾ ഭാഗ്യ നമ്പറുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് ആ സ്ഥലത്ത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ ഭാഗ്യ നമ്പറുമായി ബന്ധപ്പെട്ട നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും, നല്ല ഫലങ്ങൾ നൽകുകയും ചെയ്യും. നിങ്ങളുടെ ഒപ്പിൽ സംഖ്യ 1ന്റെ സ്വാധീനം വരുത്താൻ ശ്രമിക്കുന്നത് വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തുകയും വിജയത്തിന് കാരണമാകുകയും ചെയ്യും. നിങ്ങളുടെ പേര് ഭാഗ്യ നമ്പറുമായി യോജിക്കുന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് വ്യക്തി ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തും. ഇതൊരു സംഖ്യാശാസ്ത്ര വിദഗ്ധന്റെ സഹായത്തോടെ ചെയ്യേണ്ടതാണ്. ഇത്തരം കാര്യങ്ങളിൽ ഭാഗ്യ നമ്പറുകൾ ഉപയോഗിക്കുന്നത് ചിലർക്ക് ഗുണം ചെയ്യാറുണ്ട്. എന്നാൽ ഇത് ശ്രദ്ധയോടും പരിമിതമായും ചെയ്യേണ്ട കാര്യമാണ്. ഉത്രാടം നക്ഷത്രക്കാർക്ക് നല്ല ഗുണങ്ങൾ ഏറെ ഉണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടത് അത്യാവശ്യമാണ്. ഇത് ഇവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കും. സൂര്യന്റെ സ്വാധീനം കാരണം ഇവർക്ക് അമിതമായ ആത്മവിശ്വാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് ചിലപ്പോൾ അഹങ്കാരമായും മറ്റുള്ളവരെ അംഗീകരിക്കാതിരിക്കുന്നതിലേക്കും നയിച്ചേക്കാം. വിനയം ശീലിക്കുന്നത് വളരെ പ്രധാനമാണ്. സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവരായതിനാൽ ചിലപ്പോൾ അമിതമായ പിടിവാശി കാണിക്കാൻ സാധ്യതയുണ്ട്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വീക്ഷണങ്ങളെയും മാനിക്കാൻ ശ്രമിക്കുക. കർക്കശമായ സ്വഭാവം വ്യക്തിബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. കൂടുതൽ സൗമ്യതയും വിട്ടുവീഴ്ച മനോഭാവവും വളർത്തുന്നത് നല്ലതാണ്. സൂര്യന്റെ സ്വാധീനം കാരണം പെട്ടെന്ന് ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ദേഷ്യം നിയന്ത്രിക്കാൻ പഠിക്കേണ്ടത് വളരെ പ്രധാനമാണ്. യോഗ, ധ്യാനം എന്നിവ സഹായകമാകും.
എല്ലിനും ഹൃദയത്തിനും കണ്ണിനും ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ നൽകണം. കൃത്യമായ വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം എന്നിവ ശീലിക്കുക. ധനപരമായ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലുക്കളായിരിക്കണം. അനാവശ്യമായ ധൂർത്ത് ഒഴിവാക്കുക. നിക്ഷേപങ്ങളിൽ ശ്രദ്ധാപൂർവം തീരുമാനമെടുക്കുക. മാതാപിതാക്കളോടും ജീവിത പങ്കാളിയോടും മക്കളോടും നല്ല ബന്ധം നിലനിർത്താൻ ശ്രമിക്കുക. ആശയവിനിമയത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുക. അധികാര സ്ഥാനങ്ങൾ ആഗ്രഹിക്കുന്നവരായതിനാൽ അത് നേടുന്നതിനായി ചിലപ്പോൾ തെറ്റായ വഴികളിൽ പോകാൻ സാധ്യതയുണ്ട്. സത്യസന്ധമായും ധാർമ്മികമായും പ്രവർത്തിക്കാൻ ശ്രമിക്കുക. വിമർശനങ്ങളെ സ്വീകരിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും ശ്രമിക്കുക. വിമർശനങ്ങളെ വ്യക്തിപരമായി കാണരുത്. നിരന്തരം കഠിനാധ്വാനം ചെയ്യുന്നവരായതിനാൽ ശരീരത്തിനും മനസ്സിനും ആവശ്യമായ വിശ്രമം നൽകാൻ മറക്കരുത്. അമിതമായ ജോലിഭാരം ഒഴിവാക്കുക. ജ്യോതിഷപരമായ ദോഷപരിഹാരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ ലഘൂകരിക്കാനും ഭാഗ്യം വർദ്ധിപ്പിക്കാനും സഹായിക്കുമെന്നാണ് വിശ്വാസം. ഉത്രാടം നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ചില പ്രധാന ദോഷപരിഹാരങ്ങൾ നോക്കുമ്പോൾ, ദിവസവും രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുന്നത് ശരീരത്തിനും മനസ്സിനും ഉന്മേഷം നൽകുകയും സൂര്യന്റെ അനുഗ്രഹം നേടുകയും ചെയ്യും. ആദിത്യ ഹൃദയ സ്തോത്രം ദിവസവും പാരായണം ചെയ്യുന്നത് സൂര്യദേവനെ പ്രീതിപ്പെടുത്താനും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും തടസ്സങ്ങൾ നീക്കാനും സഹായിക്കും. സൂര്യമന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ്. ഞായറാഴ്ചകളിൽ സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക. രാവിലെ സൂര്യോദയത്തിന് മുൻപ് കുളിച്ച് ശുദ്ധനായി കിഴക്കോട്ട് തിരിഞ്ഞ് സൂര്യനെ ധ്യാനിക്കുന്നത് നല്ലതാണ്. ഉത്രാടം നക്ഷത്രത്തിന്റെ ദേവതകളായ വിശ്വദേവകളെ ആരാധിക്കുന്നത് നക്ഷത്രദോഷങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ഉത്രാടം നക്ഷത്രത്തിന് ശിവനുമായി ബന്ധമുണ്ട്. ശിവനെ ആരാധിക്കുന്നത് ദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കും. തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ശിവമന്ത്രങ്ങൾ ജപിക്കുക. വിഷ്ണുവിനെ ആരാധിക്കുന്നത് എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും കാരണമാകും. വ്യാഴാഴ്ചകളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക. സൂര്യന്റെ രത്നമായ മാണിക്യം ധരിക്കുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കാനും ആത്മവിശ്വാസം നൽകാനും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. ഒരു ജ്യോതിഷന്റെ നിർദ്ദേശപ്രകാരം മാത്രം മാണിക്യം ധരിക്കുക. കയ്യിലെ മോതിരവിരലിൽ സ്വർണത്തിൽ ധരിക്കുന്നതാണ് ഉത്തമം. വ്യാഴത്തിന്റെ രത്നമായ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത് വിദ്യാഭ്യാസം, ധനം, ഭാഗ്യം എന്നിവ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ഞായറാഴ്ചകളിൽ സൂര്യദേവനെ പ്രീതിപ്പെടുത്തുന്നതിനായി വ്രതമെടുക്കുന്നത് നല്ലതാണ്. ഇത് ദോഷങ്ങളെ കുറയ്ക്കുകയും ഭാഗ്യം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ശിവഭജനം പോലെ പ്രദോഷവ്രതം അനുഷ്ഠിക്കുന്നത് ദോഷങ്ങളെ ശമിപ്പിക്കാൻ നല്ലതാണ്. ഞായറാഴ്ചകളിൽ ഗോതമ്പ് ദാനം ചെയ്യുന്നത് സൂര്യദേവന്റെ പ്രീതിക്ക് കാരണമാകും. ചുവന്ന വസ്ത്രങ്ങൾ, ചുവന്ന പൂക്കൾ, ചെമ്പ് പാത്രങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് സൂര്യദേവന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. പാവപ്പെട്ടവരെയും രോഗികളെയും സഹായിക്കുന്നത് നല്ല കർമ്മഫലങ്ങൾ നൽകുകയും ദോഷങ്ങളെ കുറയ്ക്കുകയും ചെയ്യും. മാതാപിതാക്കളെ, പ്രത്യേകിച്ച് പിതാവിനെ ബഹുമാനിക്കുന്നതും അവരുടെ അനുഗ്രഹം വാങ്ങുകയും ചെയ്യുന്നത് സൂര്യന്റെ അനുഗ്രഹം ലഭിക്കാൻ കാരണമാകും. ഗുരുക്കന്മാരെയും ആചാര്യന്മാരെയും ആദരിക്കുന്നത് വ്യാഴത്തിന്റെ അനുഗ്രഹം ലഭിക്കാൻ സഹായിക്കും. ശുഭകരമായ വൃക്ഷങ്ങൾ നടുന്നതും പരിപാലിക്കുന്നതും നല്ല കർമ്മഫലങ്ങൾ നൽകും. സത്യസന്ധതയും ധാർമ്മികതയും പാലിക്കുന്നത് എല്ലാ ദോഷങ്ങളും അകറ്റാൻ സഹായിക്കും. മനസ്സും ശരീരവും ശാന്തമാകാൻ യോഗയും ധ്യാനവും ശീലിക്കുക. ഇത് ദോഷം, പിരിമുറുക്കം എന്നിവ നിയന്ത്രിക്കാൻ സഹായിക്കും. താമസിക്കുന്ന വീട്ടിലോ ജോലി ചെയ്യുന്ന സ്ഥലത്തോ വാസ്തുപരമായ മാറ്റങ്ങൾ വരുത്തുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജ്യോതിഷപരമായ പരിഹാരങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നല്ല ജ്യോതിഷിയുടെ ഉപദേശം തേടുന്നത് വളരെ പ്രധാനമാണ്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനിലയും ദശാകാലവും വ്യത്യസ്തമായിരിക്കും. അതിനാൽ പൊതുവായ പരിഹാരങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഫലപ്രദമാകണമെന്നില്ല. വ്യക്തിഗതമായ ഗ്രഹനില പരിശോധിച്ച് അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ ചെയ്യുന്നതാണ് കൂടുതൽ ഗുണകരം. ഉത്രാടം നക്ഷത്രക്കാർക്ക് സൂര്യന്റെ ഊർജ്ജസ്വലതയും വിശ്വദേവകളുടെ ധാർമ്മികതയും ഉള്ളതുകൊണ്ട് ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടാൻ കഴിയും. അവരുടെ ഭാഗ്യ നമ്പർ 1 ആണ്. ഇത് നേതൃഗുണങ്ങളും ആത്മവിശ്വാസവും വിജയവും നൽകുന്നു. ഈ ഭാഗ്യ നമ്പർ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ കൂടുതൽ പോസിറ്റീവ് ഫലങ്ങൾ നേടാനും സാധിക്കും. അമിതമായ ആത്മവിശ്വാസം, പിടിവാശി, ദേഷ്യം എന്നിവ നിയന്ത്രിക്കാൻ ഇവർ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകുന്നത് സന്തോഷകരമായ ജീവിതത്തിന് വഴിയൊരുക്കും. സൂര്യഭജനം, ആദിത്യ ഹൃദയ പാരായണം, മാണിക്യധാരണം, ദാനധർമ്മങ്ങൾ എന്നിവ ദോഷപരിഹാരങ്ങളായി ചെയ്യാം. ഓരോ വ്യക്തിയുടെയും ജീവിതം അവരുടെ കർമ്മങ്ങളെയും സാഹചര്യങ്ങളെയും ആശ്രയിച്ചിരിക്കും. ജ്യോതിഷം ഒരു വഴികാട്ടി മാത്രമാണ്. ആത്മാർത്ഥമായ പ്രയത്നവും നല്ല ചിന്തകളും സത്യസന്ധമായ ജീവിതവും ഏതൊരാൾക്കും വിജയം നൽകും. ഈ വീഡിയോ ഉത്രാടം നക്ഷത്രക്കാർക്ക് തങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ സഹായകമാകുമെന്ന് കരുതുന്നു.